ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. വിശുദ്ധമായ റമദാനിൽ ഏറ്റവും പ്രാധാന്യത്തോടുകൂടെ നമ്മൾ പരിഗണിക്കേണ്ട ഒരു കർമ്മമാണ് നിസ്കാരങ്ങൾ. 5 നേരത്തെ ഫർള് നിസ്കാരം അത് ഏറ്റവും പ്രധാനമാണ്. അത് റമദാനിലും റമദാൻ അല്ലാത്തപ്പോഴും കൃത്യമായ സമയത്ത് നിർവഹിക്കുക എന്നത് ഒരു വിശ്വാസിയുടെ അടയാളമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരിക്കൽ ചോദിക്കപ്പെടുന്നുണ്ട്, ഏറ്റവും നല്ല കർമ്മം ഏതാണ്? അവിടുന്ന് പറയുന്ന ഉത്തരം, ഒന്നാമതായി അവിടുന്ന് പറയുന്നത് അസ്സലാത്തു ലി അവ്വലി വഖ്തിഹ, നിസ്കാരം അതിൻ്റെ ആദ്യ സമയത്ത് തന്നെ നിർവഹിക്കുക എന്നത് ഏറ്റവും പ്രതിഫലാർഹമായ ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മങ്ങളിൽ പെട്ടതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ സമയവും കടന്നു പോകുമ്പോൾ ആ നിസ്കാരത്തിൻ്റെ സമയമാകുന്ന മുറയ്ക്ക് അത് പെട്ടെന്ന് തന്നെ നിർവഹിക്കാനുള്ള ഒരാലോചന ഒരു വിശ്വാസിയുടെ വിശ്വാസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ മറ്റൊരു ഹദീസിൽ നമുക്കിങ്ങനെ വായിക്കാം, ബൈനൽ അബ്ദി വ ബൈനൽ കുഫ്രി തർക്കുസ്സലാ. ഒരു അടിമ, ആ അടിമയുടെ വിധേയത്വം, ഒരു അടിമ അള്ളാഹുവിനോട് തൻ്റെ സൃഷ്ടാവിനോട് വിധേയത്വം കാണിക്കുന്നതിലും അതേപോലെ നന്ദികേട് കാണിക്കുന്നതിൻ്റെയും ഇടയിലുള്ള വ്യത്യാസമായി അടയാളമായി നമുക്ക് നിസ്കാരത്തെ പരിഗണിക്കാമെന്നതാണ്. ഒരാൾ നിസ്കരിക്കുന്ന സമയത്ത് നിസ്കാരത്തെ കൃത്യമായി പാലിക്കുന്ന ഒരാളാണെങ്കിൽ അയാൾ റബ്ബിനോട് സമ്പൂർണ്ണമായ വിധേയനാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മമാണ് നിസ്കാരം. നിസ്കാരത്തിൻ്റെ ഓരോ കർമ്മങ്ങളെയും വളരെ സൂക്ഷ്മതയോടുകൂടെ നമ്മൾ കൈകാര്യം ചെയ്യണം. നല്ല അറിവ് ഒരു വിശ്വാസിയുടെ അടയാളമാണ്. എല്ലാ വിഷയത്തിലും അറിവുണ്ടാകണം. ഇമാം ഖസാലി റഹ്മത്തുള്ളാഹി അലൈഹി തന്നെ ഒരു സ്ഥലത്ത് പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ കഴിയും, ഒരാൾ പഠിക്കുക എന്നത് ഏറ്റവും ഉത്കൃഷ്ടമായ കാര്യമാണ്. ഒരാൾ കർമ്മം ചെയ്യുന്നതിനേക്കാളും ഒരുപക്ഷെ അദ്ദേഹം അറിവ് തേടുക എന്നതിന് പ്രാധാന്യമുണ്ട്. അത് പ്രധാനപ്പെട്ടതാകുന്നത് എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് അവിടുന്ന് പറയുന്ന മറുപടി, ഒരുപക്ഷെ വർഷങ്ങളോളം അദ്ദേഹം ഇബാദത്ത് ചെയ്യുന്നുണ്ടാകും, ഒരുപാട് കർമ്മങ്ങൾ ചെയ്യുന്നുണ്ടാകും. എന്നാൽ ആ കർമ്മത്തെ ശരിപ്പെടുത്താൻ ആവശ്യമായ അറിവുകൾ നേടുക എന്നത് ആ കർമ്മത്തിൻ്റെ മുമ്പ് നടക്കുമ്പോൾ മാത്രമാണ് ആ കർമ്മം സ്വീകരിക്കപ്പെടുന്നത്. ഈ അർത്ഥത്തിൽ ഏത് കർമ്മത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോഴും ആ കർമ്മത്തെക്കുറിച്ച് എന്താണ് ഞാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഏതൊക്കെ കാര്യങ്ങൾ കൂടിച്ചേരുമ്പോഴാണ് ആ കർമ്മം പൂർണ്ണമാകുന്നത്, സ്വീകാര്യയോഗ്യമാകുന്നത്, ഏതൊക്കെ കാര്യങ്ങൾ ചെയ്താലാണ് ആ കർമ്മത്തിൻ്റെ പ്രതിഫലം നഷ്ടപ്പെട്ടു പോകുന്നത്, ഏത് കാര്യങ്ങൾ ചെയ്താലാണ് അത് സ്വീകാര്യയോഗ്യമല്ലാതാവുകയും ശിക്ഷയ്ക്ക് അർഹമാവുകയും ചെയ്യുക എന്നതടക്കമുള്ള കാര്യങ്ങളിൽ എപ്പോഴും പഠനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക എന്നത് ഒരു മുസ്ലിമിൻ്റെ സ്വഭാവമായിരിക്കണം. അതുകൊണ്ടാണ് വിശുദ്ധമായ ഇസ്ലാമിൽ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ ഒരുപാട് രചിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ സാധാരണക്കാരായ ആളുകൾക്ക് വേണ്ടി രചിക്കപ്പെട്ട കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ, അതിൻ്റെ വായനകൾ തീർച്ചയായും നമ്മളിൽ നിരന്തരം ഉണ്ടായിക്കൊണ്ടേയിരിക്കണം. നിസ്കാരം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മമാണ്. നിസ്കാരം എങ്ങനെയാണ് നിർവഹിക്കേണ്ടത്, ഏതൊക്കെ കാര്യങ്ങളാണ് നിർബന്ധമായും നിസ്കാരത്തിൽ ഉണ്ടാകേണ്ടത്, ഏതൊക്കെ കാര്യങ്ങൾ നമ്മിൽ നിന്ന് സംഭവിച്ചു പോയാൽ നിസ്കാരം ബാത്തിലാകും എന്നതടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കുകയും അത് ഓരോ നിസ്കാരത്തിലും നമ്മൾ പ്രവൃത്തിയ പദത്തിൽ കൊണ്ടുവരികയും വേണം. നിസ്കാരത്തിന് ഫർളുകൾ എന്നത് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അഭിവാജ്യ ഘടകമാണ്. എന്നാൽ അതിലപ്പുറം ഒരുപാട് സുന്നത്തുകൾ നിസ്കാരവുമായി ബന്ധപ്പെട്ട് നമുക്ക് ചെയ്യാനുണ്ട്. നമ്മൾ 5 മിനിറ്റ് അല്ലെങ്കിൽ 6 മിനിറ്റ് ഒരു വക്ത് നമ്മൾ നിസ്കരിക്കുന്ന സമയത്ത് നമ്മൾ അത് ശ്രദ്ധിച്ചുകൊണ്ട് നിസ്കരിച്ചാലും അല്ലാതെ നിസ്കരിച്ചാലും നമുക്ക് ആ സമയം നിസ്കാരത്തിൽ ചെലവഴിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ സൂക്ഷ്മതയോടുകൂടെ നിസ്കാരത്തിലേക്കാണ് ഞാൻ പ്രവേശിക്കുന്നത് എന്ന ബോധ്യത്തിൽ പരമാവധി ആ സമയത്തുള്ള സുന്നത്തുകൾ പരിഗണിച്ചുകൊണ്ട് ആ നിസ്കാരം നമ്മൾ നിർവഹിച്ചാൽ കൂടുതൽ പ്രതിഫലങ്ങൾ നിസ്കാരവുമായി ബന്ധപ്പെട്ട് നമുക്ക് നേടിയെടുക്കാൻ കഴിയും. നിസ്കാരം എന്നത് വലിയ മഹത്വം വിശുദ്ധമായ ഇസ്ലാം നിസ്കാരവുമായി ബന്ധപ്പെട്ട് വിശ്വാസികളെ ഉണർത്തുന്നുണ്ട്. അള്ളാഹുവിനോടുള്ള അഭിസംബോധനയാണ്, മുനാജാത്താണ്, അള്ളാഹുവുമായുള്ള സംഭാഷണമാണ് ഒരു വിശ്വാസിയുടെ നിസ്കാരം. റബ്ബുമായി സംഭാഷണം നടത്തുക, നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട നമുക്കെല്ലാം നൽകിയ ഒരാളുമായി സംഭാഷണം നടത്തുന്നതിൽ നമുക്ക് എത്ര ആനന്ദമുണ്ടാകും, അവരെ കാണാൻ നമ്മൾ എത്ര സമയം ചെലവഴിക്കും, എത്ര ആനന്ദത്തോടു കൂടെ ആയിരിക്കും നമ്മൾ അദ്ദേഹത്തോട് സംസാരിക്കുക. അങ്ങനെയെങ്കിൽ നമുക്കെല്ലാം നൽകിയ റബ്ബിലേക്ക് മനസ്സ് തിരിക്കുമ്പോൾ, ആ റബ്ബിനോട് സംഭാഷണം നടത്തുമ്പോൾ എത്ര കുളിർമയോടുകൂടെ ആയിരിക്കണം നമ്മൾ നിസ്കാരത്തിലേക്ക്
പ്രവേശിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്യങ്ങളിൽ നമുക്കിങ്ങനെ കാണാൻ കഴിയും, എൻ്റെ കൺകുളിർമ നിസ്കാരത്തിൽ ആക്കപ്പെട്ടിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മനസ്സിന് കുളിർമയേകുന്ന അവിടുത്തെ നിമിഷങ്ങളായിരുന്നു നിസ്കാരത്തിൻ്റെ സമയങ്ങൾ. മഹാന്മാരുടെ നിസ്കാരങ്ങളെക്കുറിച്ചും നമുക്കിത് വായിക്കാൻ കഴിയും. അള്ളാഹുവിലേക്ക് മനസ്സ് തിരിച്ച് സൃഷ്ടാവായ റബ്ബിലേക്കാണ് ഞാൻ മനസ്സ് തിരിക്കുന്നത് എന്ന ബോധ്യത്തിൽ ഒരാൾ തക്ബീറത്തുൽ ഇഹ്റാമിലേക്ക് പ്രവേശിക്കുന്നതോടുകൂടെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വലിയ സന്തോഷം അള്ളാഹുമായുള്ള മുനാജാത്തുമായി ബന്ധപ്പെട്ട് ഉണ്ടാകും എന്നതാണ് മഹാന്മാരുടെ അനുഭവങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. ഈയൊരു നിസ്കാരത്തെ, അതിൻ്റെ കർമ്മങ്ങളിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായി പഠിക്കാനുള്ള ഒരവസരം കൂടിയാണ് നമുക്ക് വിശുദ്ധമായ റമദാൻ. ഈ സമയങ്ങളിൽ ഒരുപാട് ഇത്തരം പഠനങ്ങൾക്കുള്ള അവസരങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഓൺലൈനായും ഓഫ്ലൈനായും മറ്റുമൊക്കെ ലഭ്യമാകുന്ന ഇത്തരം പഠനങ്ങളിൽ നമ്മൾ സമയം കണ്ടെത്തുകയും നമ്മുടെ കർമ്മങ്ങളിൽ വരുന്ന വീഴ്ചകളെക്കുറിച്ച് കൃത്യമായി ആലോചിച്ച് അതിൻ്റെ പരിഹാരങ്ങളിലേക്ക് നമ്മൾ പോവുകയും വേണം. നിസ്കാരവുമായി ബന്ധപ്പെട്ട് നിർബന്ധമായും ചെയ്യേണ്ട കാര്യങ്ങൾ 14 ഫർളുകളാണ്. നമ്മളൊക്കെ മദ്രസകളിൽ അതിനെക്കുറിച്ച് പഠിച്ചവരാണ്. നിയത്തോടുകൂടി ആരംഭിക്കുകയും തക്ബീറത്തുൽ ഇഹ്റാമിൽ തുടങ്ങി സലാമോടുകൂടി അവസാനിക്കുകയും ചെയ്യുന്ന 14 ഫർളുകൾ. ഈ ഫർളുകൾ നിർബന്ധമായും നമ്മുടെ നിസ്കാരത്തിൽ ഉണ്ടാകണം. ഈ ഫർളുകളിൽ ഭംഗം സംഭവിച്ചു കഴിഞ്ഞാൽ, ഈ ഫർളുകൾ ചെയ്യേണ്ട രൂപത്തിലല്ലാതെ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ നിസ്കാരം സ്വീകാര്യയോഗ്യമല്ലാതെയാവുകയും ആ നിസ്കാരം വഴി നമ്മൾ കുറ്റക്കാരാവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ ഫർളുകൾ കൃത്യമായി നമ്മുടെ നിസ്കാരത്തിൽ ഉണ്ട് എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. അതേസമയത്ത് നിസ്കാരത്തിലാണ് എന്ന ബോധ്യം നമുക്ക് എപ്പോഴും ഉണ്ടാകണം. നിസ്കരിക്കുന്ന സമയത്ത് മനഃപൂർവ്വം നിസ്കാരത്തിൽ നമ്മൾ കളികളിലേക്ക് ഏർപ്പെട്ട് കഴിഞ്ഞാൽ അതുവഴി നിസ്കാരം ബാത്തിലാകുമെന്ന് മഹാന്മാർ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അതേപോലെ തന്നെ വളരെ മോശമായ രൂപത്തിലുള്ള ചലനങ്ങൾ നിസ്കാരത്തിലുണ്ടായിക്കഴിഞ്ഞാൽ, ഒരാളെ വളരെ ശക്തമായി അടിക്കുക പോലെയുള്ള മോശമായ കാര്യങ്ങൾ, വളരെ മോശമായ പ്രവർത്തനങ്ങൾ നമ്മളിൽ നിന്നുണ്ടാകുന്ന സമയത്ത് നമ്മുടെ നിസ്കാരം ബാത്തിലാകും. അതേപോലെ തന്നെയാണ് അതിസൂക്ഷ്മമായ 3 അനക്കങ്ങൾ തുടരെ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ നിസ്കാരം ബാത്തിലാകുന്ന കാരണങ്ങളിൽ മഹാന്മാരായ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ ഈ കാര്യത്തെ പഠിപ്പിക്കുന്നുണ്ട്. അതേസമയത്ത് ശരീരത്തിലെ വളരെ ലോലമായ അവയവങ്ങൾ, നമ്മുടെ കൺപോളകൾ, കൺപുരികങ്ങൾ, കൈവിരലുകൾ പോലെയുള്ള അവയവങ്ങൾ, ഈ അവയവങ്ങൾ കൂടുതൽ പ്രാവശ്യം ചലിക്കുന്നത് കൊണ്ട് നിസ്കാരം ബാത്തിലാവുകയില്ല. നമ്മുടെ ചുണ്ടുകൾ അടക്കമുള്ള ഇത്തരം അവയവങ്ങൾ, ഈ അവയവങ്ങൾ വഴി ഉണ്ടാകുന്ന 3 ചലനങ്ങൾ കൊണ്ട് നിസ്കാരം ബാത്തിലാവുകയില്ല എന്ന് മഹാന്മാർ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതേസമയത്ത് അതല്ലാത്ത ചലനങ്ങൾ, നമ്മുടെ കൈകൾ കൊണ്ടുള്ള ചലനങ്ങൾ, നമ്മുടെ കാലുകൾ കൊണ്ടുള്ള ചലനങ്ങൾ, ഒരുപക്ഷെ നമ്മൾ ആലോചിച്ചുകൊണ്ട് നമ്മുടെ കാലുകൾ ചലിപ്പിക്കുന്നത്, നമ്മുടെ കൈകൾ ചലിപ്പിക്കുന്നത്, നമ്മുടെ തലകൾ ചെരിക്കുന്നത് പോലെയുള്ള കാര്യങ്ങൾ നമ്മുടെ നിസ്കാരം ഒരു പക്ഷേ ബാത്തിലാകാൻ കാരണമാകും. ചിലപ്പോൾ നമ്മൾ മുന്നോട്ടും പിന്നോട്ടുമായി കാലുകൾ എടുത്തു വെക്കുന്ന സമയത്ത് അത് 3 അനക്കങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ നിസ്കാരം ബാത്തിലായി പോകും. ഇങ്ങനെ നമ്മുടെ കർമ്മങ്ങൾ, നമ്മൾ ഇവിടെ ദുനിയാവിൽ വെച്ച്, ഈ ലോകത്ത് വെച്ച് ചെയ്യുന്ന കർമ്മങ്ങൾ പലപ്പോഴും ആഖിറത്തിലേക്ക് എത്തുന്ന സമയത്ത് അതിൻ്റെ പ്രതിഫലങ്ങൾ നഷ്ടപ്പെട്ടു പോകാൻ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കാതിരിക്കുന്നത് കാരണമായി പോകും. ഇതേപോലെ തന്നെ ബാത്തിലാകുന്ന കാര്യങ്ങൾക്ക് പുറമെ നിസ്കാരത്തിൽ കറാഹത്തായ കാര്യങ്ങൾ, ഈ കാര്യങ്ങളെ കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഞാൻ എല്ലാം എണ്ണി പറയുന്നില്ല, ചില കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോവുകയാണ്. ഈ കാര്യങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ പൂർണ്ണമായ മനസ്സോടുകൂടെ ആയിരിക്കണം നിസ്കാരത്തിൽ പ്രവേശിക്കേണ്ടത് എന്നതാണ്. നിസ്കാരത്തിൽ പ്രവേശിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സ് മറ്റൊന്നിലും ആലോചനകൾ ഉണ്ടാവാൻ പാടില്ല, മറ്റൊന്നിലേക്ക് നമ്മുടെ ചിന്തകൾ പോകാൻ പാടില്ല. അതിന് വേണ്ട ഒരുക്കങ്ങൾ നേരത്തെ തന്നെ നമ്മൾ നിർവഹിക്കണം. ഉദാഹരണത്തിന്, ഒരാൾക്ക് തൻ്റെ ആവശ്യപൂർത്തീകരണത്തിനുള്ള സമയമായിട്ടുണ്ട്. അദ്ദേഹം ആ സമയത്ത് നിസ്കാരത്തിൽ അതിനെ തടഞ്ഞു വെച്ചുകൊണ്ട് ഒരാൾ നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അദ്ദേഹത്തിന് നിസ്കാരത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയില്ല. ഈ ആവശ്യം അദ്ദേഹത്തെ നിസ്കാരത്തിൽ റബ്ബിലേക്ക് തിരിയുന്ന ആ സമയത്തെ അവൻ്റെ കോൺസെൻട്രേഷനെ ഒരുപക്ഷെ പിന്നോട്ട് വലിച്ചേക്കാം. അതുകൊണ്ട് തന്നെ ഇതിൽ നിന്നെല്ലാം മുക്തമായിക്കൊണ്ട് ശരീരം മുഴുവനും ഫ്രീ ആയിക്കൊണ്ടായിരിക്കണം ഒരാൾ നിസ്കാരത്തിലേക്ക് പ്രവേശിക്കേണ്ടത്. അതേപോലെ തന്നെ നന്നായി വിശക്കുന്ന സമയത്ത് ഭക്ഷണം മുന്നിലുണ്ടെങ്കിൽ ആ ഭക്ഷണം കഴിച്ച് തൻ്റെ ശരീരം പൂർണ്ണമായും തൃപ്തമാകുന്ന ഒരവസ്ഥയിൽ റബ്ബിലേക്ക് തിരിക്കുക എന്നതാണ് ഒരു വിശ്വാസി ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ ഭക്ഷണപാനീയങ്ങൾ മുന്നിലുണ്ടാകുന്ന സമയത്ത് അതിലേക്ക് താല്പര്യമുണ്ടായ ഒരു മനുഷ്യൻ ആ ഭക്ഷണം കഴിക്കാതെ നിസ്കരിക്കുന്നത് കറാഹത്താണ് എന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നു. അത്തരം നിസ്കാരങ്ങൾ സ്വഹീഹാകുമെങ്കിലും അവിടെ ഏറ്റവും നല്ലത് ഭക്ഷണം കഴിക്കുകയും ശേഷം നിസ്കരിക്കുകയും ചെയ്യുക എന്നതാണ്. ഈ രൂപത്തിൽ നിസ്കാരത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ നിസ്കാരങ്ങളിൽ
ശ്രദ്ധിച്ചുകൊണ്ട് നിസ്കാരത്തെ സമ്പൂർണ്ണമായി നമുക്ക് കഴിയുന്ന രൂപത്തിൽ സമ്പൂർണ്ണമാക്കാനുള്ള ശ്രമം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവേണ്ടതുണ്ട്. അതേപോലെ തന്നെ നിസ്കരിക്കുന്ന സമയത്ത് ഒരാളെ ചാരി നിന്നുകൊണ്ട് അല്ലെങ്കിൽ കൈകളിലേക്ക് ചാരി നിന്നുകൊണ്ട് നിസ്കരിക്കുക. അതേപോലെ തന്നെ മറ്റുള്ളവരുടെ സഹായം ആവശ്യമില്ലാതെ സ്വീകരിച്ചുകൊണ്ട് നിസ്കരിക്കുക പോലെയുള്ള കാര്യങ്ങൾ നിസ്കാരത്തിൽ ചെയ്യുന്ന സമയത്ത് അത് നിസ്കാരത്തിൻ്റെ പ്രതിഫലം കുറയാൻ കാരണമാകും. അതേപോലെ തന്നെ പ്രധാനപ്പെട്ട സുന്നത്തുകൾ അത് നിർബന്ധമായും നമ്മുടെ നിസ്കാരത്തിൽ ഉണ്ടാകണം. ഒരുപാട് സുന്നത്തുകൾ നിയ്യത്ത് മുതൽ തുടങ്ങി സലാം വരെയുള്ള കർമ്മങ്ങളിൽ ഓരോ കർമ്മങ്ങളിലും ഒരുപാട് സുന്നത്തുകൾ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. അത്തരം സുന്നത്തുകൾ അത് 2 ഗ്രേഡുകളായി അബ്ആദു സുന്നത്തും ഹയാത്ത് സുന്നത്തുമായി കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. ആ സുന്നത്തുകളെല്ലാം പരിഗണിച്ചുകൊണ്ട് ഒരു സുന്നത്തും ഒഴിഞ്ഞു പോകാതെയായിരിക്കണം നമ്മുടെ നിസ്കാരം. അഊദ് ഓതുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട സുന്നത്താണ്. സൂറത്ത് ഓതുക, വജ്ഹത്ത് ഓതുക, ഇങ്ങനെ ഓരോ സുന്നത്തുകളെയും ആ സുന്നത്തുകളെയെല്ലാം കൃത്യമായി പരിഗണിച്ചുകൊണ്ട് വളരെ സമാധാനത്തോടുകൂടെ തക്ബീറത്തുൽ ഇഹ്റാമിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ നമ്മൾ റബ്ബിൻ്റെ മുമ്പിലാണ് എന്ന ബോധ്യത്തിൽ നിന്നുകൊണ്ട് മനസാന്നിധ്യത്തോടുകൂടെ നമുക്ക് ഒരു പക്ഷേ ചൊല്ലുന്ന കാര്യങ്ങളുടെ എല്ലാം അർത്ഥം നമുക്കറിയില്ലെങ്കിലും ഇന്നതാണ് ഞാൻ ചൊല്ലുന്നത് എന്ന ബോധ്യത്തിൽ നിന്ന് വിട്ടുമാറാതെ ഓരോ നിമിഷവും കോൺസെൻട്രേഷൻ ചെയ്തുകൊണ്ട് ഓരോ കാര്യങ്ങളും ഞാൻ എന്താണ് ചെയ്യുന്നത് എന്ന കൃത്യമായ ബോധ്യത്തിൽ നിർവഹിക്കാൻ നമുക്ക് സാധിക്കണം. റബ്ബിലേക്ക് മനസ്സ് തിരിഞ്ഞുകൊണ്ടാണ് നമ്മൾ നിസ്കരിക്കേണ്ടത്. പരമാവധി നിസ്കാരത്തിലെ ദിക്റുകളുടെ അർത്ഥങ്ങൾ നമ്മൾ പഠിക്കാൻ ശ്രമിക്കണം. അങ്ങനെ ആ അർത്ഥത്തെ മനസ്സിൽ കൊണ്ടുവരാൻ കഴിയുന്ന ആളുകൾ ആ അർത്ഥത്തെ മനസ്സിൽ കൊണ്ടുവന്നുകൊണ്ട് ഭക്തിയോടുകൂടെ നമ്മുടെ നിസ്കാരത്തെ നമുക്ക് നിർവഹിക്കാൻ സാധിക്കണം. നമ്മുടെ മനസ്സിൽ മറ്റൊരാൾ കാണാൻ വേണ്ടി, മറ്റൊരാൾ അതുവഴി നമ്മെക്കുറിച്ച് നല്ലത് വിചാരിക്കാൻ വേണ്ടി എന്ന ഒരു ചിന്ത ഒരു കർമ്മത്തിലും ഉണ്ടാകാൻ പാടില്ല. വിശേഷിച്ചും നിസ്കാരത്തിൽ തീരെ അത് ഉണ്ടാകാൻ പാടില്ല. ഒരു മഹാൻ തബാറക സൂറത്ത് പാരായണം ചെയ്ത ചരിത്രം നമുക്ക് മഹാന്മാർ പറഞ്ഞു തരുന്നുണ്ട്. ഒരു ദിവസം അദ്ദേഹം തബാറക സൂറത്ത് പാരായണം ചെയ്യുന്നു. തബാറക സൂറത്ത് പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ അദ്ദേഹത്തിൻ്റെ അരികിലൂടെ ഒരാൾ നടന്നു പോവുകയാണ്. ആ നടന്നു പോകുന്ന സമയത്ത് അദ്ദേഹം ഈ വരുന്ന വ്യക്തി കേൾക്കാൻ വേണ്ടി അല്പം ഉച്ചത്തിൽ തൻ്റെ ഖിറാഅത്ത് പൂർത്തിയാക്കുകയാണ്. അദ്ദേഹത്തിന് ആ സമയത്ത് ഒരു ഉറക്കം വരികയും അദ്ദേഹം വാനലോകത്ത് ഈ ഓതിയതിൻ്റെ പ്രതിഫലം രേഖപ്പെടുത്തിയതായി സ്വപ്നത്തിൽ കാണുന്നു. ആ സ്വപ്നത്തിൽ അദ്ദേഹത്തിന് ഓരോ ഹർഫിനും, വിശുദ്ധമായ ഖുർആനിൻ്റെ ഓരോ ഹർഫിനും 10 പ്രതിഫലമാണ്. അത് എത്രത്തോളം ഉയരുമോ അത് അല്ലാഹു തആല അത്രത്തോളം ഉയർത്തി നൽകുമെന്നതാണ്. അതുകൊണ്ട് തന്നെ ആ ഓരോ ഹർഫിൻ്റെയും പ്രതിഫലങ്ങൾ രേഖപ്പെടുത്തിയതിങ്ങനെ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു സ്ഥലത്ത് മാത്രം ആ ഓതിയ ഭാഗത്തിൻ്റെ പ്രതിഫലം രേഖപ്പെടുത്തിയതായി അദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞില്ല. അദ്ദേഹം അന്വേഷിച്ചപ്പോൾ മലക്കുകൾ പറഞ്ഞു, ഞങ്ങളത് രേഖപ്പെടുത്തിയിരുന്നു. പക്ഷേ നിങ്ങളുടെ മനസ്സിൽ തോന്നിയ അദ്ദേഹം കാണട്ടെ എന്ന വിചാരം ആ പ്രതിഫലം നിങ്ങൾക്ക് നഷ്ടപ്പെടുത്തുകയാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ നമ്മുടെ കർമ്മങ്ങളെല്ലാം ഓരോ കർമ്മങ്ങളും അത് റബ്ബിലേക്ക് മനസ്സ് തിരിക്കുന്നതാവണം. ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്, നമ്മുടെ എല്ലാ കർമ്മങ്ങളുടെയും സ്വീകാര്യത കിടക്കുന്നത് അത് നമ്മുടെ നിയത്തുകളിലാണ്. നമ്മുടെ മനസ്സ് മറ്റുള്ളവരിലേക്ക് തിരിയാൻ പാടില്ല. നമ്മുടെ മനസ്സ് സമ്പൂർണ്ണമായും റബ്ബിലേക്ക് തിരിക്കുക എന്നതാണ് തക്ബീറത്തുൽ ഇഹ്റാമോടുകൂടെ സംഭവിക്കേണ്ടത്. അല്ലാഹു അക്ബർ എന്ന് നമ്മൾ പറയുന്ന സമയത്ത് അല്ലാഹുവാണ് ഏറ്റവും വലിയവൻ, ആ വലിയവൻ അല്ലാഹുവാണ് എന്ന് പറയുന്നതോടുകൂടെ നമ്മൾ ചെറിയവനാണ്, നമ്മൾ വലുതാണ് എന്ന് പറയാൻ മാത്രമില്ലാത്തവനാണ് എന്ന ബോധ്യത്തിൽ നിന്നുകൊണ്ട് സർവ്വതും റബ്ബിലേക്ക് സമർപ്പിച്ച് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് തക്ബീറത്തുൽ ഇഹ്റാമിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നതോടുകൂടെ നമ്മുടെ മനസ്സ് സമ്പൂർണ്ണമായും ആ റബ്ബിലേക്ക് തിരിയുക എന്നതാണ് ഒരു വിശ്വാസിയുടെ നിസ്കാരത്തിൽ ഉണ്ടാകേണ്ടത്. ഈ വിശുദ്ധമായ റമദാനിൽ ഓരോ കർമ്മങ്ങൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ പ്രതിഫലങ്ങൾ നൽകുമ്പോൾ ഓരോ സുന്നത്തുകളും അത് ചെറിയ സുന്നത്തുകളാണെന്ന് നമ്മൾ വിചാരിക്കുമ്പോൾ തന്നെയും അതിനൊക്കെയും വലിയ പ്രതിഫലങ്ങൾ അല്ലാഹു നൽകുന്നു. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഒരാൾ നിസ്കരിക്കുന്നതിൻ്റെ മുമ്പ് മിസ്വാക്ക് ചെയ്യുക എന്ന കർമ്മം വളരെ ചുരുങ്ങിയ സമയങ്ങൾ കൊണ്ട്, ഒരുപക്ഷെ 3-4 സെക്കൻഡുകൾ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ കർമ്മമാണ് മിസ്വാക്ക് എന്നത്. എന്നാൽ ഒരാൾ മിസ്വാക്ക് ചെയ്ത് നിസ്കരിക്കുന്നതും അല്ലാതെ നിസ്കരിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കൂ.
കേവലം 4 മിനിറ്റ് അല്ലെങ്കിൽ 4 സെക്കൻഡ് ശ്രദ്ധിച്ചാൽ ചെയ്യാൻ കഴിയുന്ന ആ ഒരു സുന്നത്തായ കർമ്മം നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് നിസ്കരിക്കുമ്പോൾ ഒരു നിസ്കാരം അത് 70 അല്ലെങ്കിൽ 2 റക്അത്ത് നിസ്കാരം 70 റക്അത്ത് നിസ്കാരമായി മാറുകയാണ്. 70 നിസ്കാരത്തിൻ്റെ പ്രതിഫലം, ആ 2 വക്ത് നിസ്കാരത്തെ 35 പ്രാവശ്യം നിസ്കരിക്കണമെങ്കിൽ എത്ര സമയമെടുക്കണം? ആ സമയത്തെ നിസ്കാരത്തിൻ്റെ പ്രതിഫലം കേവലം 4 സെക്കൻഡ് കൊണ്ടുള്ള ഒരു കർമ്മത്തെ നമ്മൾ സൂക്ഷ്മതയോടെ കൂടെ ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുകയാണ്. ഇങ്ങനെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ച, ഹദീസുകൾ നമ്മെ ബോധ്യപ്പെടുത്തിയ, കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ നമുക്ക് എണ്ണമിട്ട് പരിചയപ്പെടുത്തി തന്ന സുന്നത്തുകൾ, അവയെല്ലാം പഠിക്കുകയും അതെല്ലാം നമ്മുടെ നിസ്കാരത്തിൽ വരണമെന്ന ഒരു നിർബന്ധ ബുദ്ധി നമുക്കുണ്ടാവുകയും ചെയ്യണം. അതിനുള്ള സമയമാണ്. അത്തരം രൂപത്തിൽ നമ്മുടെ കർമ്മങ്ങളെ നന്നായി മോഡിഫൈ ചെയ്യാനുള്ള സമയം കൂടിയാണ് വിശുദ്ധമായ റമളാൻ. ആ അർത്ഥത്തിൽ റമളാനിൻ്റെ സമയങ്ങളെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ. വ ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.